today we can discuss vouching of CashBook. Vouching of CashBook is done to ensure some objectives. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ബുക്ക് വൗച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ to ensure that all receipts and payments are duly accounted for. And second one is all receipts and payments are entered under their appropriate heads of accounts. Then also to ensure that no unauthorized or fraudulent payment is made, and to make sure that the closing cash and bank balance are correctly arrived. ഈ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ക്യാഷ് ബുക്ക് വൗച്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ആർ ജനറൽ കൺസിഡറേഷൻസ് ഇൻ വൗച്ചിങ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. എന്തൊക്കെ പോയിൻറ്റ്സ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് വൗച്ച് ചെയ്യുന്ന സമയത്ത്. So before starting the audit of cash receipts, auditor should examine the internal check in operation and draw the attention of the management to any weakness therein, as well as to possible consequences that might follow if it is not removed. അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു എഫിഷ്യൻറ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് വൗച്ച് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഹി ഷുഡ് ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിലിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ. അതിനെന്തെങ്കിലും വീക്ക്നെസ്സസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുക? ഹി ഷുഡ് give his advice or opinion regarding that. So failing to do so, he may be held responsible at some later date for not having detected a defalcation or misappropriation in cash, the cause of which was the absence or inadequacy of internal check. പിന്നെ അതേപോലെ ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, they are usually checked with counter foils of receipts issued. However, the issue of receipts with counterfoils in respect of amounts collected by itself does not ensure that all amounts collected have been fully accounted for or have been correctly adjusted. അപ്പോൾ കൗണ്ടർ ഫോയിൽസ് വെച്ചിട്ടാണ് ക്യാഷ് റെസീപ്റ്റ്സ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ ചില സമയത്ത് എല്ലാ റെസീപ്റ്റ്സ് എൻ്റർ ചെയ്യാണ്ടായി പോവോ, തെറ്റായിട്ട് കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ട് എൻ്റർ ചെയ്യുക, അങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, എ റെസീപ്റ്റ് മൈറ്റ് ബി ഇഷ്യൂഡ് ഫോർ എ ലാർജർ എമൗണ്ട് ദാൻ എൻറ്റേർഡ് on its counterfoil. Only one receipt may have been issued for 2 or more amounts collected from a party, while the counterfoils may show that separate receipts have been issued in respect of each amount collected and one or more receipt forms thus saved. ഇങ്ങനെയൊക്കെ ഇതിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. Therefore, auditor should satisfy himself that there exists an efficient system of internal check which would prevent any receipt from being misappropriated before accepting counterfoils of receipt as an evidence of correctness of the amount. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് എൻട്രീസ് നോക്കണം. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ സ്യൂട്ടബിളി ക്ലാസിഫൈഡ് ആൻഡ് ഷോൺ അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. അപ്പോൾ ഓഡിറ്റർ ഷുഡ് വെരിഫൈ വെദർ എൻട്രീസ് ആർ മെയ്ഡ് ബൈ ഫോളോയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതൊക്കെ അങ്ങനെ എൻട്രി ചെയ്തിട്ടുണ്ടോ, റവന്യൂ രീതിയിലാണോ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ സിമിലർലി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ ഓർ സബ്സിക്വൻറ്റ് ഇയർ ആർ ഷോൺ ആസ് സച്ച്. അപ്പോൾ അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണോ ക്യാഷ് ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. ദെൻ അനദർ വൺ ഈസ് ഡോക്യുമെൻ്ററി എവിഡൻസസ്. അതായത് ഓഡിറ്റർ ഷുഡ് അസർട്ടൈൻ ദ വാലിഡിറ്റി ഓഫ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്. അതായത് ഓൾ ക്യാഷ് ബുക്ക് എൻട്രീസ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ഡോക്യുമെൻ്ററി എവിഡൻസസ്. അതിനാണല്ലോ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചേഴ്സ് ആർ കംപ്ലീറ്റ് ഇൻ എവറി റെസ്പെക്ട് റിലേറ്റിംഗ് ടു ദ ബിസിനസ് ഓഫ് ദി ക്ലയൻറ്റ് ആൻഡ് ദ പീരിയഡ് അണ്ടർ റിവ്യൂ. ദെൻ അരിത്മെറ്റിക് ആക്യുറസി ആണ് പറയുന്നത്. ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ അരിത്മെറ്റിക് ആക്യുറസി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. അരിത്മെറ്റിക് ആക്യുറസി അതായത് എമൗണ്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ഇസ് ദ റൈറ്റ് എമൗണ്ട് ആസ് പെർ ദ വൗച്ചർ.
വൗച്ചറിൽ ഇപ്പോൾ 7,000 തന്ന് ക്യാഷ് ബുക്കിൽ 70,000 ഒക്കെ എഴുതി വെക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള റൈറ്റ് എമൗണ്ട് ആണോ എൻ്റർ ചെയ്തിരിക്കുന്നത്, അത് തന്നെയാണോ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ അരിത്മെറ്റിക് ആക്യുറസി ഷുഡ് ബി എൻഷുർഡ് ബൈ vouching and checking of posting, totaling, carry forwarding, balancing, etc. Then bank reconciliation statement. ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് എന്തെന്നുള്ളത്, ഹി ഷുഡ് എക്സാമിൻ ദ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ ദി ക്ലയൻറ്റ്. അതായത് എൻട്രീസ് എൻറ്റേർഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടു ബി വെരിഫൈഡ് ആൻഡ് എൻഷുർ ദെയർ ആക്യുറസി. ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദാറ്റ് items in the bank reconciliation statement like bank charges, interest credited, etc. are entered in the cash book correctly. Okay. So next we can discuss vouching the receipt side of cash book. Receipt സൈഡും പേയ്മെൻറ്റ് സൈഡും ശരിക്കും പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് വൗച്ചിങ് ഓഫ് റിസീപ്റ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ റിസീപ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാര്യമായിട്ട് ഉണ്ടാവുക? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ടാവും, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസ്, അതേമാതിരി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, അതേപോലെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, ലോൺസ് റിസീവ്ഡ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് റവന്യൂ റിസീപ്റ്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ്, റെൻറ്റ്, ഡിവിഡൻറ്റ്, അങ്ങനെയുള്ള റെസീപ്റ്റ്സ് ഉണ്ടാവും. ഇത് ഓരോന്നും എങ്ങനെയാണ് നമ്മൾ വൗച്ച് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോണത്. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് ദ ബാലൻസസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആസ് ഷോൺ ഇൻ ദി ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് വെച്ച് ചെക്ക് ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് ഐറ്റം ഇസ് ക്യാഷ് സെയിൽസ്. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ദ കൗണ്ടർ ഫോയിൽസ് ഓഫ് ക്യാഷ് മെമ്മോ. ഓഡിറ്റർ എന്തൊക്കെ ശ്രദ്ധിക്കണം വെച്ചാൽ കൗണ്ടർ ഫോയിൽ നോക്കി ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ്, എമൗണ്ട് ആൻഡ് സീരിയൽ നമ്പർ ഓഫ് ദി കൗണ്ടർ ഫോയിൽ ആൻഡ് ദ സെയിം ഷുഡ് അഗ്രി വിത്ത് ദ എൻട്രി മെയ്ഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. അങ്ങനെ അതൊന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഹി ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് ദി എമൗണ്ട് ഓഫ് സെയിൽ ഇസ് കറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ ദി കൗണ്ടർ ഫോയിൽ. പിന്നെ ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ആസ് പെർ ദ റൂൾസ് ആണോ, അതേമാതിരി സീരിയൽ നമ്പർ ഓഫ് കൗണ്ടർ ഫോയിൽ ഇസ് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് എഗെയിൻസ്റ്റ് ദ എൻട്രി, അതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മതി. ചിലപ്പം ഇലക്ട്രോണിക് ക്യാഷ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണെങ്കിൽ അവരെ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ഡെയിലി ടോട്ടൽസ് ഓഫ് സെയിൽസ് ആൻഡ് സീ ദാറ്റ് ദീസ് ആർ കറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ഓക്കെ. പിന്നെ വരുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന എമൗണ്ട് കറക്റ്റാണോ, എൻ്റർ ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഹി ഷുഡ് ചെക്ക് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് കൗണ്ടർ ഫോയിൽ ഓർ കാർബൺ കോപ്പി ഇഷ്യൂ ടു ഡെറ്റേഴ്സ് ഇസ് ദി ഡോക്യുമെൻ്ററി എവിഡൻസ്. ഇവിടെ ഈ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടുന്ന സമയത്ത് അവർക്കൊരു ഇത് കൊടുക്കുമല്ലോ, റിസീപ്റ്റ്. ആ സമയത്തുള്ള അതിൻ്റെ എന്താ പറയുക, കാർബൺ കോപ്പിയോ കൗണ്ടർ ഫോയിലോ വൗച്ചറായിട്ട് യൂസ് ചെയ്യാം. Auditor should check the content of the receipt like date, name of the customer, the amount received, discount allowed, etc. പിന്നെ അതേപോലെ ഈ ക്യാഷ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് ഏതുമായിട്ട് മാച്ച് ചെയ്യണം, ഡീറ്റെയിൽസ് ഓഫ് ദി റിസീപ്റ്റ്. You should also verify that the amount entered in the cash book on the same day as shown in the receipt. അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, എമൗണ്ട് രണ്ടിലും ഒരേപോലെ ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഓഡിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ചെക്കായിട്ടാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ he should examine the bank statement to verify whether all checks received from debtors are entered in the cash book. മനസ്സിലായല്ലോ. അപ്പം ഈ ഡെറ്റേഴ്സിൻ്റെ കാര്യത്തിൽ, ഈ ഡെറ്റേഴ്സിൻ്റെ കളക്ഷൻ വരുന്ന സമയത്തൊക്കെയാണ് ഈ ടീമിങ് ആൻഡ് ലേഡിങ്ങിനുള്ള ചാൻസസ്. ടീമിങ് ആൻഡ് ലേഡിങ് എന്താണ് നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് ടീമിങ് ആൻഡ് ലേഡിങ് എന്ന് പറഞ്ഞാൽ? അതായത് മിസ്അപ്രോപ്രിയേറ്റിംഗ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ബൈ ഡിലേയിങ് ടു മേക്ക് എൻട്രി ഇൻ ദ ക്യാഷ് ബുക്ക്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ക്യാഷ് എന്ത് ചെയ്യുക, എൻട്രി ചെയ്യാതെ പോവുക. എന്നിട്ട് രണ്ടാമത്തെ ആൾ ക്യാഷ് തരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഈ സെയിം ആൾ തന്നെ അയാളുടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തരുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയി കാണിക്കുക. എപ്പോഴും ഒരു എമൗണ്ട് അവിടെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് പോവുക. അങ്ങനെ ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ടീമിങ് ആൻഡ് ലേഡിങ് എന്ന് പറയാം. അപ്പം
അത് എന്താ പറയുക, ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ അല്ലെങ്കിൽ ഹി ഷുഡ് ചെക്ക് വെദർ ദർ ഈസ് എനി ടീമിങ് ആൻഡ് ലേഡിങ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് റിസീപ്റ്റ്സ് ഫ്രം ഡെറ്റേഴ്സ്. അതുപോലെ തന്നെ ഹി ഷുഡ് ഓൾസോ വെരിഫൈ വെദർ ഡിസ്കൗണ്ട് അലൗഡ്, അലവൻസസ് ക്ലെയിംഡ്, ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് എക്സെട്ര ആർ ഓതറൈസ്ഡ് ബൈ റെസ്പോൺസിബിൾ പേഴ്സൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാഷ് റിസീപ്റ്റ്സ് ഫ്രം ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ബിൽസ് റിസീവ്ഡ്, അതെങ്ങനെയാണ് വൗച്ച് ചെയ്യുക എന്നുള്ളതാണ്. റിസീപ്റ്റ്സ് ഫ്രം ബിൽസ് റിസീവബിൾസ്. അപ്പോൾ ബിൽസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് ആർ എൻറ്റേർഡ് ഇൻ ദി ബിൽസ് റിസീവബിൾ ബുക്ക്. അതായത് ഈ ബിൽസ് റിസീവബിൾസ് എഴുതാൻ വേണ്ടിയിട്ട് ബുക്ക് ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള റെസീപ്റ്റ്സ് ആണ് വരിക. റെസീപ്റ്റ്സ് ഫ്രം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഏതൊക്കെ ഒന്ന് റെസീപ്റ്റ്സ് ഫ്രം ബിൽസ് ഡിസ്കൗണ്ടഡ് വരാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ബിൽസ് ഡിസോണേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ when cash is received on discounting or on maturity, the amount is entered in the cash book. So for verifying cash received on account of bills, auditors should check the entry in the cash book with that entered in the bills receivable book എന്നാ പറയുന്നത്. രണ്ടാമത് when bills are collected through bank check, the entries made in the cash book with the bank statement. അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, then ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് വിചാരിക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സെക്യൂരിറ്റീസ് ക്യാൻ ബി വൗച്ച്ഡ് ഫ്രം കവറിംഗ് ലെറ്റേഴ്സ് റിസീവ്ഡ് അലോങ് വിത്ത് എ ചെക്ക് ആൻഡ് ഷെഡ്യൂൾസ് ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് ഇഫ് ഇൻട്രസ്റ്റ് ഇസ് റിസീവ്ഡ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ഫ്രം ബാങ്ക് പാസ്ബുക്ക്. ബാങ്ക് പാസ്ബുക്കിലുണ്ടാകും FDൻ്റെ മുകളിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ആണെങ്കിൽ. ഇനിയിപ്പോൾ ലോൺ ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടിക്ക്, അവിടുന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ചെക്ക്ഡ് ഫ്രം ദി എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു ആൻഡ് കൗണ്ടർ ഫോയിൽ ഓഫ് റെസീപ്റ്റ്. ദെൻ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്പോസിറ്റിൻ്റെ ഈ ഇൻട്രസ്റ്റ് റിസീവ് വിത്ത് ഒറിജിനൽ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഈ ഷുഡ് ചെക്ക് ദ എൻട്രി ഇൻ ദ ക്യാഷ് ബുക്ക്. The details of tax deducted at source can be verified with tax deduction certificate etc. അപ്പോൾ ഇതിനു വേണ്ടി വൗച്ചേഴ്സ് ഏതൊക്കെയാണ്? പാസ്ബുക്ക്, എഗ്രിമെൻറ്റ് ആൻഡ് കൗണ്ടർ ഫോയിൽ. ദെൻ ഇൻകം ഫ്രം ഡിവിഡൻറ്റ്. അതായത് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് കൗണ്ടർ ഫോയിൽസ് ഓഫ് ഡിവിഡൻറ്റ് warrants. അതായത് ഇൻ കേസ് ദ ഡിവിഡൻറ്റ് ഇസ് കളക്റ്റഡ് ത്രൂ ബാങ്ക്, amount should be verified with the bank statement. Where dividend warrant has been received and is not yet collected by the bank, it should be shown as a check yet to be collected എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഡിവിഡൻഡ് റിസീവ് ചെയ്തത് ഏതുമായിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓഡിറ്റേഴ്സ് ഷുഡ് വെരിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ ഫോർ അസർട്ടൈനിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ അനദർ കമ്പനീസ്. അപ്പോൾ ഡിവിഡൻഡ് വാറണ്ട്, പാസ്ബുക്ക്, കൗണ്ടർ ഫോയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. ദെൻ കമ്മീഷൻ റിസീവ്ഡ്. അതായത് കമ്മീഷൻ റിസീവ് ചെയ്തത് വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രി ഇൻ ദ ക്യാഷ് ബുക്ക് ഫോർ കമ്മീഷൻ റിസീവ്ഡ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ദ കൗണ്ടർ ഫോയിൽസ് ഓഫ് റെസിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ഉണ്ടാവും. ഓഡിറ്റർ ഷുഡ് ഓൾസോ ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് എഗ്രിമെൻറ്റ് കണ്ടെയ്നിങ് റെസിപ്റ്റ് ഓഫ് കമ്മീഷൻ. അതായത് എത്ര റേറ്റ് ഓഫ് കമ്മീഷൻ, എമൗണ്ട് ഓഫ് കമ്മീഷൻ ആൻഡ് നെയിം ഓഫ് പാർട്ടീസ് എക്സെട്ര. മനസ്സിലായല്ലോ? അപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായി. കമ്മീഷൻ റിസീവ് ചെയ്തത് വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഡ് എക്സാമിൻ ദ എഗ്രിമെൻറ്റ്സ് ഫോർ റിസീവിങ് കമ്മീഷൻ ആസ് ടു ദ റേറ്റ് ഓഫ് കമ്മീഷൻ. അതേപോലെ ഹി ഷുഡ് ചെക്ക് ദ കമ്മീഷൻ അക്കൗണ്ട് വിത്ത് ദ അക്കൗണ്ട്സ് ഓഫ് പാർട്ടീസ് ഫ്രം ഹൂം ദ ക്ലയൻറ്റ് റിസീവ്സ് കമ്മീഷൻ. Also verify the counterfoils of receipt with the amount in the cash book, and he should do the calculations of commission as per the terms of agreement to check the accuracy of amount. പിന്നെ ക്യാഷ് റിസിപ്റ്റിൽ വരുന്ന വേറെ ഒന്നാണ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്. അതായത് വല്ല ഫിക്സഡ് അസെറ്റ് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് എ കോപ്പീസ് ഓഫ് സെയിൽ ഡീഡ്. അതേപോലെ മിനിറ്റ്സ് ബുക്ക് കണ്ടെയ്നിങ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഇന്ന അസറ്റ് വിൽക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ മിനിറ്റ്സ് നോക്കാം. ആൻഡ് കറസ്പോണ്ടൻസ് വിത്ത് ബയർ ഓഫ് asset. Okay, auditor should check whether the amount entered in the cash book is the actual sale price less any expenses incurred. അതാണ് ഓഡിറ്റർ ഉറപ്പ് വരുത്തേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം എന്തൊക്കെയാണ് നോക്കുക എന്നാണ് പറയുന്നത്. ഒന്നുകിൽ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനേഴ്സ് നോട്ട് ഉണ്ടാവും, ബ്രോക്കേഴ്സ് ഓൾ നോട്ട് ഉണ്ടാവും, സെയിൽ ഡീഡ് ആൻഡ് കറസ്പോണ്ടൻസസ്.
ഇനി ഇങ്ങനെ സെയിൽ നടക്കുന്ന സമയത്ത് പ്രോഫിറ്റോ ലോസിനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ടാകുമല്ലോ. സോ ഓഡിറ്റേഴ്സ് ഷുഡ് ഓൾസോ ചെക്ക് വെദർ പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ഹാസ് ബീൻ മെയ്ഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ വിത്ത് റിഗാർഡ് ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ഡീറ്റെയിൽസ് ഇൻ ദ ബ്രോക്കേഴ്സ് കോൺട്രാക്ട് നോട്ട് ഫോർ വൗച്ചിങ് ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ വെരിഫൈ ചെയ്യുക. അതായത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ വിറ്റിരിക്കുന്നത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ വിറ്റത്, അതൊക്കെ ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾസോ ചെക്ക് വെദർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആക്യുറേറ്റ്ലി കൺസിഡറിങ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യാൻ വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അഡ്വൈസ് ആൻഡ് ബ്രോക്കേഴ്സ് ഓൾ നോട്ട് ഇസ് കൺസിഡേർഡ്. ദെൻ ലോൺസ് ഫ്രം ബാങ്ക്സ്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എന്താ പറയുക, അങ്ങനെ വല്ല ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എമൗണ്ട് വെരിഫൈ ചെയ്യണം, എത്ര കിട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓഡിറ്റേഴ്സ് ഷുഡ് വെരിഫൈ ദ കണ്ടൻസ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ റിഗാർഡിംഗ് ദ ബോറോയിങ് പവർ ഓഫ് ദി കമ്പനി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇൻറ്റേർണൽ ഫോർമാലിറ്റീസ് ഫോർ ടേക്കിംഗ് ലോൺസ് ആർ കംപ്ലൈഡ് വിത്ത്. തോന്നിയ പോലെ കമ്പനിക്ക് ലോണൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബോറോയിങ് പവർ ഓഫ് ദ കമ്പനി ചെക്ക് ചെയ്യുക, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വെച്ചിട്ട് എല്ലാ റൂൾസ് പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ ലോൺസൊക്കെ ബോറോ ചെയ്തതെന്നൊക്കെ ഉറപ്പ് വരുത്തുക. വൈൽ വൗച്ചിങ് ലോൺസ് റേസ്ഡ്, ഡീറ്റെയിൽസ് ഓഫ് എഗ്രിമെൻറ്റ് ഷുഡ് ബി വെരിഫൈഡ് ലൈക്ക് നേച്ചർ ഓഫ് ലോൺ പീരിയഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റീപേയ്മെൻറ്റ് ഷെഡ്യൂൾസ്, ഇൻസ്റ്റാൾമെൻറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് എക്സെട്ര. ദെൻ റെൻറ്റ് റിസീവ്ഡ്. അതായത് ഓഡിറ്റർ ഷുഡ് കൺസിഡർ ദ ഫോളോയിങ് പോയിൻറ്റ്സ് വൈൽ വൗച്ചിങ് റെൻറ്റ് റിസീവബിൾസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ, ഇഫ് ദ ക്ലയൻറ്റ് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് ഗിവൺ ഔട്ട് ഓൺ റെൻറ്റ്, ഓഡിറ്റർ ഷുഡ് ആസ്ക് ഹിസ് ക്ലയൻറ്റ് ടു പ്രിപ്പയർ റെൻറ്റ് രജിസ്റ്റർ വിച്ച് മെയിൻറ്റെയിൻസ് അക്കൗണ്ട് ഓഫ് എവറി ടെനൻറ്റ്. ഒരുപാട് സ്വത്തുള്ള കമ്പനിയാണെങ്കിൽ എന്താക്കാന്നാ പറയുന്നത്, അവരോട് റെൻറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാം. അതേപോലെ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ ലീസ് അഗ്രിമെൻറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു വിത്ത് ദ ടെനൻസ് ഇൻ ഓർഡർ ടു നോട്ട് ഡൗൺ ദ റെൻറ്റ് റിസീവബിൾ, ദ ഡ്യൂ ഡേറ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ റിപ്പയർസ് ഓർ അതർ അലവൻസസ് എക്സെട്ര. അപ്പം എത്രയാണ് റെൻറ്റ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള പ്രൊവിഷൻസ്, റിപ്പയറിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള, അപ്പോൾ ഇതൊക്കെ ചെയ്യണം. അതായത് ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ ലീസ് ഡീഡ് ആൻഡ് അഗ്രിമെൻറ്റ് ടു അസർട്ടൈൻ ദ എക്സാക്ട് എമൗണ്ട് ഓഫ് റെൻറ്റ് റിസീവബിൾ, ദ ഡ്യൂ ഡേറ്റ് ആൻഡ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് repairs, maintenance, etc. Then auditor should examine the counterfoils of rent receipts issued to tenants with CashBook. അതായത് എത്ര റെൻറ്റ് കിട്ടി എന്നുള്ളതും ആ കൗണ്ടർ ഫോയിലും ക്യാഷ് ബുക്കിൽ എത്ര കറക്റ്റ് തന്നെയാണോ എൻട്രി ചെയ്തതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദെൻ ഇപ്പോൾ ഇനി റെൻറ്റ് കളക്ട് ചെയ്യുന്നത്, ഇൻ കേസ് റെൻറ്റ് ഇസ് കളക്റ്റഡ് ബൈ എൻ ഏജൻറ്റ്, ദെൻ ഇറ്റ് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ദി അക്കൗണ്ട് സബ്മിറ്റഡ് ബൈ ഹിം. മനസ്സിലായല്ലോ. Then in case of long outstanding rent, explanation should be sought for to find out the genuineness of outstanding. അതായത് കുറേ ഇങ്ങനെ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇഫ് നെസസറി ഓഡിറ്റർ ക്യാൻ കോൺടാക്ട് ദ ടെനൻറ്റ് ടു കൺഫേം ദി എമൗണ്ട് ഓഫ് അരിയേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം റെൻറ്റ് റിസീവബിൾസ് വൗച്ച് ചെയ്യുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? ലീസ് ഡീഡ്സ് ആൻഡ് അഗ്രിമെൻറ്റ്, റെൻറ്റ് റോൾസ്, amount received from the agents, counterfoils and correspondences. Next one, income from hire purchase agreement. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് നിങ്ങൾക്കറിയാം എന്താണ്. നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു, പക്ഷേ അതിൻ്റെ എമൗണ്ട്, അസറ്റ് ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ അസറ്റിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓണർഷിപ്പ് ഇസ് പാസ് ടു ദി ബയർ ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ അസറ്റ്സ് ആർ സോൾഡ് ഓൺ ഹയർ പർച്ചേസ് ബേസിസ്, ഓഡിറ്റർ ഷുഡ് ചെക്ക് ദി ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എമൗണ്ട്, ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വെഹിക്കിൾ ഒക്കെ എടുക്കുന്നില്ലേ, അപ്പോൾ വെഹിക്കിളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ അതിൻ്റെ ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഡിറ്റർ ചെക്ക് ചെയ്യണം. എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, ഇൻട്രസ്റ്റ് ചാർജസ് എത്രയാണ്. ഇറ്റ് ഷുഡ് വൗച്ച് ദ ഇൻസ്റ്റാൾമെൻറ്റ്സ് റിസീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗണ്ടർ ഫോയിൽസ് ഓഫ് റെസീപ്റ്റ് ഇഷ്യൂ ടു കസ്റ്റമേഴ്സ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് നോക്കുക, കൗണ്ടർ ഫോയിൽസ് ഓഫ് റെസീപ്റ്റ്സ് വെച്ചിട്ട് ഒക്കെയാണ് വൗച്ച് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻഷുറൻസ് ക്ലെയിംസ്.
Any insurance claims received as compensation from insurance company should be vouched by means of correspondence and accounts rendered by ഇൻഷുറൻസ് കമ്പനി. അതായത് ഇൻഷുറൻസ് ക്ലെയിംസിൻ്റെ കോപ്പി ഉണ്ടാവും, ആ കോപ്പി ഇൻസ്പെക്റ്റ് ചെയ്യുക. അതേപോലെ ദ കൗണ്ടർ ഫോയിൽസ് ഓഫ് റിസീപ്റ്റ്സ് ഇഷ്യൂ ടു ദ ഇൻഷുറൻസ് കമ്പനി. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് വൗച്ച് ചെയ്യേണ്ട രീതി. ദെൻ സബ്സ്ക്രിപ്ഷൻസ് റിസീവ്. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മെമ്പർഷിപ്പാണ്. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ബൈ എ സൊസൈറ്റി ഓർ ക്ലബ് അല്ലെങ്കിൽ അസോസിയേഷൻ ഷുഡ് ബി വൗച്ച്ഡ് ബൈ മീൻസ് ഓഫ് കൗണ്ടർ ഫോയിൽ ഓഫ് റെസീപ്റ്റ്സ് ഇഷ്യൂ ടു ദി മെമ്പേഴ്സ് ആൻഡ് വിത്ത് ദ രജിസ്റ്റർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അങ്ങനെ വല്ല സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഈ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു റെസിപ്റ്റ് കൊടുക്കുമല്ലോ, അതിൻ്റെ കൗണ്ടർ ഫോയിൽ വെച്ച് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, രജിസ്റ്റർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ എത്ര പേരാണ് ഏത് തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കിങ്ങാണ്ട് ഓഡിറ്റ് ചെയ്യാം. ദെൻ മിസ്ലേനിയസ് റെസിപ്റ്റ്സ്. ഇപ്പോൾ റെസിപ്റ്റ്സ് അതർ ദാൻ സ്പെസിഫിക്കലി ഡെൽറ്റ് വിത്ത് എബോവ്. ഇവിടെ കുറേ റെസിപ്റ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലൊന്നും പെടാത്ത റെസിപ്റ്റ്സ് ആണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ലോയൽറ്റീസ് റിസീവ്ഡ്, ദെൻ ബാഡറ്റ്സ് റിട്ടേൺ ഓഫ് റിക്കവേർഡ്, സബ്സിഡീസ് റിസീവ്ഡ് എക്സെട്ര. ഇങ്ങനെയുള്ള മിസ്ലേനിയസ് റെസിപ്റ്റ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി വൗച്ച്ഡ് ബൈ വെരിഫൈങ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കറസ്പോണ്ടൻസസ് എക്സെട്ര. And also verify that these items are posted in respective accounts according to accepted accounting principles. Okay, so this is the procedure for vouching of receipt side of CashBook. Thank you.